എടാ, സോഷ്യൽ മീഡിയയിൽ ഡാൻസിങ് ഗേൾ എന്നൊരു പ്രതിമയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എന്താ സംഭവം? അതൊരു 4500 വർഷം പഴക്കമുള്ള ലോസ്റ്റ് കാസ്റ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വെങ്കല പ്രതിമയെക്കുറിച്ചാണ്. മോഹൻജദാരോയിൽ നിന്നാണ് ഈ ഒരു പ്രതിമ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് ഇത്രയും വിവാദമാവുന്നത്? അത് NCERTയുടെ ഒരു സ്കൂൾ പാഠപുസ്തകത്തിൽ ആ പ്രതിമയുടെ യഥാർത്ഥ ചിത്രം രൂപമാറ്റം വരുത്തി ഉപയോഗിച്ചു. അതാണ് വാർത്ത ഇത്രയും ചർച്ചയാവാൻ കാരണമായിട്ടുള്ളത്. മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ? അതായത് യഥാർത്ഥ പ്രതിമയുടെ രൂപം മാറ്റി കുട്ടികൾക്ക് അനുയോജ്യമാക്കാൻ ശ്രമിച്ചു എന്നാണ് ചിലരുടെ അഭിപ്രായം. അതിലെന്താ ഇത്ര പ്രശ്നം? അതാണ് ഇപ്പോൾ ഒരു പ്രധാന ചർച്ച. ചിലർ പറയുന്നത് ചരിത്രം അതേപടി കാണിക്കണം എന്നാണ്. കാരണം അതൊരു പുരാവസ്തുവാണ്. അത് ശരിയാണല്ലോ. അതേസമയം മറ്റു ചിലർ പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥിയുടെ പ്രായം കൂടി പരിഗണിക്കണം എന്നാണ്. അവസാനം എന്തായി? ഇപ്പോൾ യഥാർത്ഥ ചിത്രം തന്നെ വീണ്ടും പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രതിമ വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. അതെ, ചരിത്രം അതേപടി സംരക്ഷിക്കണോ അതോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളോട് അവതരിപ്പിക്കണോ എന്നതാണ് ചോദ്യം. നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. ചരിത്രം മാറ്റാതെ സൂക്ഷിക്കണോ അതോ മാറ്റങ്ങൾ അനുവദിക്കണോ?